ഒടുവിൽ ആറാട്ടനും പെണ്ണായി. ഞാൻ ഒരു കമ്മിറ്ററാണ് UK പെൺകുട്ടിയോട്. ഒരു മലയാളി പെൺകുട്ടിയാണ്. എൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇവിടെ ഒരു പെൺകുട്ടി എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി പോലും ആരോട് ക്രഷ് പറയില്ല. ഇത്രനാൾ ക്രഷ് പറഞ്ഞത് വെറുതെ തമാശക്കൊന്നല്ല, തോന്നിയിട്ട് പറഞ്ഞതാണ്. ഇനി ആരോടും ക്രഷ് പറയുന്നില്ല, വൾഗറായിട്ടൊന്നും പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ കമ്മിറ്റഡ് ആണെങ്കിൽ പിന്നെ വേറെ ആരുടെ മുഖം പോവില്ല. ഏതായാലും ഞാൻ വൈറലായിട്ടും എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞുകൊണ്ടാവാം എൻ്റെ പുറകെ ആരും വന്നില്ല. ഒരു പെൺകുട്ടി വന്നു. ഈ സാധാരണ ആണുങ്ങൾ പ്രണയിക്കുമ്പോൾ നൈറ്റി മാത്രം നൈറ്റി കാണിക്കില്ല, കല്യാണം കഴിച്ച തണ്ടി പോകാൻ കാണിക്കുന്ന. ഞാനൊന്നും ഐഡിയ ചെയ്തില്ല, പോസിറ്റീവ് നൈറ്റിയും കാണിച്ചു. അതുകൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടിയില്ല. ഇപ്പം എനിക്ക് പെണ്ണായി. കമ്മിറ്ററാണ്, UK പെൺകുട്ടിയാണ്. വേറെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട അവർ പറഞ്ഞു. എന്തായാലും ഒടുവിൽ ആറാട്ടനും പെണ്ണായി. ഇനി ക്രഷ് എന്ന് പറയില്ല, ഇനി ആരും ക്രഷില്ല. അത് വൾഗറായിട്ടൊരു കാര്യം പറയില്ല. എനിക്ക് എൻ്റെ ഫിലോസഫി, എൻ്റെ ഫാദറിൻ്റെ ഓർമ്മകൾ, പിന്നെ ഇപ്പോൾ ഈ പെൺകുട്ടി, പിന്നെ എൻ്റെ മക്കൾ. എനിക്ക് ഇനി ആരോടും ക്രഷില്ല. ഒരു പെണ്ണിൻ്റെ പുറകെ ഞാൻ പോവില്ല. എനിക്ക് UK ബേസ്ഡ് ആ പെൺകുട്ടിയാണ്. ഇനി വേറെ ആരുമില്ല മനസ്സുള്ള. ഇനി ആരോടും ക്രഷ് എന്ന് പറയില്ല, ആരും പുറകെ പോവില്ല. UK ബേസ്ഡ് പെൺകുട്ടിയാണ് എൻ്റെ എല്ലാം. എന്തൊക്കെ ഈ കേൾക്കുന്ന? ആറാട്ടണ്ണനും പെണ്ണായെന്നല്ലേ കേൾക്കുന്ന. അപ്പൊ എനിക്കെന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. പുള്ളിക്കാരന് ഇനി മറ്റേ ക്രഷ് അടിക്കൂല, മറ്റതടിക്കൂല, മറിച്ചടിക്കൂല. പുള്ളിക്കാരനൊരു ഒരു പ്രത്യേകതര ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് കാലത്തെ വന്നിട്ട് പുള്ളി ഭയങ്കര ആധികാരികമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഒരു 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ തനി സ്വരൂപം പുറത്തു വരും. അപ്പൊ എന്തായാലും ആ സംഭവത്തിനൊക്കെ ആ ടൈപ്പ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇനി ചെയ്യൂല എന്നൊക്കെ പുള്ളിക്കാരെ പറയുന്നുണ്ട്. എത്രത്തോളം ഇതൊക്കെ വിശ്വസനീയമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ചിലപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും പിന്നെയും വരുമായിരിക്കും. പിന്നെയും ഫോൺ എടുത്തിട്ട് വരുമായിരിക്കും, ആ പെണ്ണിനെ തേച്ചിട്ട് പോയി അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ UK കാര്യമാണെന്ന് പറഞ്ഞ്. UK എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ യുണൈറ്റഡ് കൊച്ചി അല്ലെങ്കിൽ യുണൈറ്റഡ് കൊല്ലം അതേപോലെ വല്ലതാണ് എന്നും എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. കാര്യം ആറാട്ടണ്ണനായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വല്ല ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ വല്ല I love you എന്നോ ഞാൻ UK പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ അതിങ്ങനെയും ആവാം. പുള്ളി ചിലപ്പോൾ അതും വിശ്വസിച്ചിട്ടായിരിക്കും വന്നിട്ട് പറയുന്നത്. പുള്ളി എന്തായാലും ആളുടെ പേരൊന്നും പറയില്ല, ഇനി ഞാൻ ആരോടും ക്രഷ് ഒന്നും പറയില്ല. നല്ല കാര്യം, ദീർഘ സുമംഗലി ഭവ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ആറാട്ടണ്ണൻ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റട്ടെ. ആറാട്ടണ്ണൻ്റെ കുടുംബജീവിതം ഇനി ഇങ്ങനെ പോട്ടെ എന്ന് മാത്രം പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബിസി.